നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിലൂടെ യോഗാസനങ്ങൾ ചെയ്ത് പ്രദർശിപ്പിക്കുകയാണ്. യോഗാസനങ്ങൾ ശരീരത്തിനും മനസ്സിനും നല്ല ഉപയുക്തമായ കാര്യമാണ്. നമ്മളിൽ പല രോഗങ്ങളെയും നിർമ്മാർജ്ജനം ചെയ്യാൻ, അതുപോലെ ശരീരത്തിന് നല്ല പ്രതിരോധ ശക്തി കിട്ടാൻ, അതുപോലെ ആത്മീയമായും ശാരീരികമായിട്ടുള്ള പ്രബലത നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് യോഗാഭ്യാസം എന്ന് പറയുന്നത്. ഇത് പ്രത്യേക വ്യക്തികൾ എന്ന രീതിയൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്ത് ജീവിതത്തിൽ ഒരു സാധാരണ സംഭവമാക്കി മാറ്റാം. പ്രത്യേക രീതിയിൽ ജീവിക്കുന്നവർ എന്നല്ല, നമ്മളെ എല്ലാ മനുഷ്യരുടെയും ശരീരശാസ്ത്രം മനഃശാസ്ത്രം അനുസരിച്ച് നിർമ്മിതി ചെയ്താണ് യോഗാഭ്യാസം എന്ന് പറയുന്നത്. അതിൽ രേഖീകൃതമായ ഗുണങ്ങളുണ്ട് ഓരോ അഭ്യാസങ്ങൾക്കും. അത് ചെയ്ത് ഫലിപ്പിച്ചാലേ അതിലെ ഗുണങ്ങൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ബാധിക്കുകയുള്ളൂ. കാരണം അത് ആദ്യം ശാരീരികമായിട്ട് അതിൻ്റെ യഥാർത്ഥ പൊസിഷനുകളും അതുപോലെ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് പഠിക്കണം. നമുക്ക് ചില വ്യക്തികൾക്ക് ചില യോഗാഭ്യാസങ്ങൾ യോജിതമല്ല. ചില മരുന്ന് കഴിക്കുന്നവർക്കും, ചില അസുഖം ശരീരത്തിന് നേരിടുന്നവർക്കും. അപ്പം അത് ചില യോഗാഭ്യാസങ്ങളെ അവോയ്ഡ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ തുടങ്ങുകയാണ്. ആദ്യമായിട്ട് ഞാൻ സിംഹാസനമാണ് കാണിക്കുന്നത്. വജ്രാസനത്തിലിരിക്കുന്നു. കൈകളിങ്ങനെ കൊണ്ടുവന്നു രണ്ട് ഭാഗത്തേക്കും കാലിനെ ഇങ്ങനെ അകറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ കാണിക്കുക. സിംഹാസനം. ഇനി ഗോമുഖാസനം. ഗോമുഖാസനം എന്ന് പറയുമ്പോൾ വജ്രാസനത്തിലിരിക്കുന്നു. ഈ രീതിയിൽ കാലിന് കൊണ്ടുവെക്കുന്നു. ഇങ്ങനെ പിടിച്ച് സ്ട്രൈറ്റായി നേരെ നോക്കുന്നു. അതാണ് ഗോമുഖാസനം. ഇനി സർവാംഗാസനം. മരന്ന് കിടന്നുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ മുകളിലോട്ട് കാലിനെ കുതിപ്പിക്കും. സ്ട്രൈറ്റായി നിർത്തും. താഴോട്ട് തന്നെ കൊണ്ടുപോകും. കൊടുത്തിട്ട് സർവാംഗാസനം. ഇനി വിപരീത കർണിമുദ്ര. വിപരീത കർണിമുദ്ര എന്ന് പറയുമ്പോൾ നമ്മൾ ഈ രീതിയിൽ കൊണ്ടുപോയി താഴോട്ട് തന്നെ നമ്മൾ സ്ട്രൈറ്റായി ചലിപ്പിച്ച് കൊണ്ട് ഇരിക്കുന്നു. ഇനി ഇതിൽ പാദാങ്കുഷ്ട സ്പർശാസന രീതിയാണ്. നമ്മളെ ഈ രീതിയിൽ കാല് വയ്ക്കുന്നു, കാലിലെ ഈ ഭാഗം പിടിക്കുന്നു, മൂക്കുകൊണ്ട് ടച്ച് ചെയ്ത് എടുക്കുന്നു. അതാണ് പാദാങ്കുഷ്ട സ്പർശാസന രീതി എന്ന് പറയുന്നത്. ഇനി ഇതിൽ ബ്രഹ്മചര്യ ആസനം. വജ്രാസനം ഇരിക്കുന്നു, രണ്ട് ഭാഗത്തേക്കും കാലുകളെ ഈ രീതിയിൽ കൊണ്ടുവന്നു ഇങ്ങനെ പതിഞ്ഞിരിക്കുന്നു. ബ്രഹ്മചര്യ ആസനം. ഇനി നമുക്ക് അർദ്ധപവനമുക്താസനം, പൂർണ്ണപവനമുക്താസനമാണ്. അതായത് മലർന്ന് കിടക്കുന്നു, കാലിൻ്റെ ഈ ഭാഗം പിടിച്ചുകൊണ്ട് ഈ മുട്ട് മൂക്കിൻ്റെ കാലിൻ്റെ ഭാഗത്ത് കൊടുന്നു ടച്ച് ചെയ്ത് പിടിക്കുക. അങ്ങനെ അത് ഒന്നാം ഭാഗം അർദ്ധപവനമുക്താസനം. ഒന്നാം ഭാഗം രണ്ട് ഇങ്ങനെയാണ് ഇടതുകാലം കൊണ്ട് അതേപോലെ ടച്ച് ചെയ്ത് പിടിക്കുക. മൂന്ന്
പൂർണ്ണമാനോക്താസനം എന്ന് പറയുമ്പോൾ 2 കാലം കൊണ്ടാണ്. പൂർണ്ണമാനോക്താസനം വീഴുന്നു, 2 കാലം കൊണ്ട് ടച്ച് ചെയ്യും, പിടിക്കുന്നു, വിടുന്നു. ആദ്യത്തെ പൊസിഷനിൽ വരുന്നു അല്ലേ. അതിൽ നമുക്ക് ധനുരാസനം കമഴ്ന്ന് കിടന്നുകൊണ്ട് കമഴ്ന്ന് കിടക്കുന്നു. എന്നിട്ട് കാലിൻ്റെ ഈ ഭാഗം പിടിക്കുന്നു, ഈ ഭാഗം പിടിക്കുന്നു. ഇതാണ് ധനുരാസനം എന്ന് പറയുന്നത്. താഴോട്ട് തന്നെ കൊണ്ടുവന്നു, ധനുരാസനം. ഇനി ഇതിൽ നമുക്ക് ഉഷ്ട്രാസനം. ഉഷ്ട്രാസനം എന്ന് പറയുമ്പോൾ വജ്രാസനത്തിലിരിക്കുന്നു, ഈ രീതിയിൽ മടമ്പ് പിടിക്കും. ഉഷ്ട്രാസനം. ഇനി സുപ്ത വീരാസനം. സുപ്ത വീരാസനം എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരുന്നു, നമ്മുടെ കാലുകൾ 2 വശത്തേക്ക് കൊണ്ടുപോകുന്നു, ഈ രീതിയിൽ നമ്മൾ ഇരിക്കുന്നു, പതിഞ്ഞിരിക്കുന്നു. നമ്മൾ പിന്നാക്കം കിടക്കും. അതാണ് സുപ്തവീരാസനം എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് അർദ്ധഹലാസനം. അർദ്ധഹലാസനം എന്ന് പറയുമ്പോൾ മലർന്ന് കിടക്കുന്നു, എന്നിട്ട് സ്ട്രൈറ്റായിട്ട് നമ്മൾ കാലിനെ കൊണ്ട് 2 കാലും കൊണ്ട് താഴോട്ട് തന്നെ കൊണ്ടുപോകും. അതാണ് അർദ്ധഹലാസനം എന്ന് പറയുന്നത്. ഇനി ഇതിൽ നമുക്ക് കമിഴ്ന്ന് കിടന്നുകൊണ്ട് ചെയ്യുന്നത് ശലഭാസനത്തിൻ്റെ 2 പൊസിഷനുകൾ. 1, 2. കമിഴ്ന്നെടുക്കുന്നു, കാലിങ്ങനെ ഉയർത്തുന്നു, 2ാമത്തെ കാലും ഉയർത്തുന്നു. അതുപോലെ ഇനി നൗകാസനം. നൗകാസനം എന്ന് പറയുമ്പോൾ ഇതാണ് നൗകാസനം. തോണിയുടെ ആകൃതിയിൽ ശരീരത്തെ കൊണ്ടുപോകുക. ഇനി ദീർഘനൗകാസനം. ദീർഘിപ്പിച്ച് കൈ പിന്നാക്കം വരും. ദീർഘനൗകാസനം. ഇനി ഇതിൽ ഖണ്ഡാരാസനം, സേതുബന്ധാസനം. ഖണ്ഡാരാസനം എന്ന് പറയുമ്പോൾ മലർന്ന് കിടക്കുന്നു, ഈ ഭാഗം പിടിക്കുന്നു, അല്ല ഈ ഭാഗം പിടിക്കുന്നു, ഉയർന്നു വരുന്നു, താഴോട്ട് തന്നെ കൊണ്ടുവന്നു, 2ാം കാല് ആദ്യത്തെ പൊസിഷൻ വയ്ക്കുന്നു, 2 കാലും വെച്ച് നമ്മുടെ യഥാസ്ഥാനത്തുന്നു. പിന്നെ ഇത് നമുക്ക് ഇതിൽ ഇനി സുപ്തവജ്രാസനം. വീരാസനം കാണിച്ചു, സുപ്തവജ്രാസനം തമ്മിൽ ഒത്തിരി മാറ്റമുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ വരുന്നു, നമ്മൾ വജ്രാസനത്തിലിരിക്കുന്നു, പിന്നാക്കം ഇങ്ങനെ പോകുന്നു, കൈകളിങ്ങനെ വയ്ക്കുന്നു, ഇങ്ങനെ സുപ്തവജ്രാസനം. ഇനി ഭുജംഗാസനം. ഭുജംഗാസനം എന്ന് പറയുമ്പോൾ കമഴ്ന്ന് എടുക്കുന്നു, കൈകളിങ്ങനെ ഇരിക്കുന്നു,
ഭുജംഗാസൻ. ത്വരിക് ഭുജംഗാസൻ. ത്വരിക് ഭുജംഗാസൻ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഒന്നുകൊണ്ട് നമ്മൾ കൈകളെ ഇങ്ങനെ ഈ രീതിയിൽ കൊടുക്കുക, ഒരു സൈഡിലേക്ക് ഇങ്ങനെ ദൃഷ്ടി കൊടുക്കുക, നോക്കിക്കൊണ്ടിരിക്കുക. അതാണ് ത്വരിക് ഭുജംഗാസൻ എന്ന് പറയുന്നത്. അതിൽ നമ്മുടെ അഭ്യാസങ്ങൾ നിരന്തരം ശരീരം കൊണ്ട് ചെയ്ത് ഫലിപ്പിക്കണം. എന്നാലേ അതിൻ്റെ ഏകീകൃതമായ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ബന്ധപ്പെടുത്തുള്ളൂ. അപ്പോൾ സ്ഥിരോത്സാഹവും സ്ഥിര പരിശ്രമവും ഇതിനാവശ്യമാണ്. ചിലതൊക്കെ കുറേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും നിങ്ങളിതിന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിത്യമായ ഒരു ഇതിൻ്റെ ശൈലിയിലേക്ക് കിടക്കാം. നിത്യമായിട്ട് നമ്മളിതിൻ്റെ ശൈലിയിൽ ലയിച്ചു കഴിഞ്ഞാൽ ഇത് ജീവിതത്തിലൊരു സാധാരണ സംഭവമായി മാറും. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് ഹലാസൻ, പൂർണ്ണ ഹലാസനാണ് കാണിക്കുന്നത്. നമ്മൾ ഇതാ മരുന്നെടുക്കുന്നു, മരുന്നെടുന്നിട്ട് ഇങ്ങനെ കാലം കൊണ്ടു. അതാണ് പൂർണ്ണ ഹലാസൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഉദ്ധാനപാദാസനാണ്. ഉദ്ധാനപാദാസനം എന്ന് പറയുന്നത് കാലുകൾ രണ്ടും സ്ട്രൈറ്റ് ആയിട്ട് ഉദ്ധാനപാദാസനം. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിത് കണ്ട് മനസ്സിലാക്കണം. ഇത് കണ്ട് ഇതിനോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ ഏകദേശം ഇത് ഒരു കുറഞ്ഞ രീതിയിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധാരണ സംഭവമാക്കി മാറ്റിയാൽ നമുക്ക് പിന്നെ ഇതിൽ അഭിവൃദ്ധി ഉണ്ടാവും. നമ്മളാരും ഒന്നും ആദ്യം പഠിച്ചിട്ടല്ല ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അത് പഠിക്കുക എന്നുള്ളതിൽ പ്രാധാന്യമുണ്ട്. എല്ലാവർക്കും യോജിതമാണ്. ആരും വിഭിന്നരല്ല, കഴിയാത്തവരാരുമില്ല. ഞാൻ നിർത്തുകയാണ്. ജയ് ഭാരത്.